ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സബയിലെ 37-ാം വചനമാണ് പഠിച്ചത്. അവിടെ فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون. ഇതാണ് നമ്മൾ പഠിച്ചത്. വഹും ഫിൽ ഗുറുഫാത്തി ആമിനൂൻ എന്ന് പറഞ്ഞാൽ അവർ അറകളിൽ നിർഭയരായി ഇരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. വിശ്വസിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വല്ലദീന യസ്ഔന ഫീ ആയാതിനാ മുആജിസീന ഉലൈക ഫിൽ അദാബി മുഹ്ദറൂൻ എന്ന് പറയണം. വിശുദ്ധ ഖുർആനിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു ശൈലിയാണ്. തർഗീബിനെ തുടർന്ന് തർഹീബ് വരും. തർഗീബ് എന്ന് പറഞ്ഞെങ്കിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന, താല്പര്യം ജനിപ്പിക്കുന്ന വചനങ്ങളും വിഷയങ്ങളും പറഞ്ഞാൽ പിന്നെ പേടിപ്പെടുത്തുന്ന, അപായസൂചനയേകുന്ന, അപകട മുന്നറിയിപ്പ് നൽകുന്ന വചനങ്ങൾ വരും എന്നുള്ളതാണ്. വിഷയങ്ങളും വരും. അപ്പോൾ ഇവിടെ ഫഉലൈക ലഹും ജസാഉ ദ്ദിഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാത്തി ആമിനൂൻ എന്ന് ആഗ്രഹം ജനിപ്പിക്കുന്ന, താല്പര്യം ജനിപ്പിക്കുന്ന വിഷയം പറഞ്ഞു. അതിനെ തുടർന്ന് ഇനി ശിക്ഷയെക്കുറിച്ച്, പേടിയെക്കുറിച്ച് ഉണർത്തുന്ന വിഷയമാണ് വരുന്നത്. അതാണ് വല്ലദീന യസ്ഔന ഫീ ആയാതിനാ മുആജിസീൻ. നമ്മുടെ വചനങ്ങളിൽ പരിശ്രമിക്കുന്നവർ. വല്ലദീന ഒരു കൂട്ടർ, യസ്ഔൻ അവർ പരിശ്രമിക്കുന്നു, ഫീ ആയാതിന നമ്മുടെ വചനങ്ങളിൽ. എങ്ങനെ പരിശ്രമിക്കുന്നു? മുആജിസീൻ, മുആജിസീൻ ആയിക്കൊണ്ട്. ഉലൈക അക്കൂട്ടർ ഫിൽ അദാബി ശിക്ഷയിൽ മുഹ്ദറൂൻ എത്തിക്കപ്പെടുന്നവരാണ്, ഹാജരാക്കപ്പെടുന്നവരാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ആയത്തിൻ്റെ വിശദീകരണം, അതിൻ്റെ പ്രയോഗങ്ങളുടെ പ്രത്യേകത, ഇതൊക്കെയാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. യസ്ഔൻ എന്നുള്ളത് സഅ, യസ്അ എന്നാണ്. സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു എന്നർത്ഥം. അത് ഇസ്ലാഹിനും ഇഫ്സാദിനും പരിശ്രമമുണ്ട്. ഒരാൾ ഇസ്ലാഹിന് വേണ്ടി, നന്മയുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതേപോലെ തന്നെ ഒരാൾ നഷ്ടവും അപകടവും ഉണ്ടാക്കാനും പരിശ്രമിക്കും. രണ്ടിനുള്ള പരിശ്രമവും വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞില്ലേ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. അവരുടെ സഅയ് മഷ്കൂറാണ് എന്നാണ്. നന്ദിയാൽ സ്മരിക്കപ്പെടുന്ന, നന്ദി ശുക്ർ നൽകപ്പെടുന്ന പരിശ്രമമാണെന്നറില്ലേ. അവിടെ ആ പരിശ്രമം ഇസ്ലാഹിന് വേണ്ടിയാണ്. അതേസമയം ഇഫ്സാദിന് വേണ്ടിയിട്ടുള്ള സഅയിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കേടാക്കാൻ, അപകടം ഉണ്ടാക്കാൻ. വഇദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ. അവൻ പുറംതിരിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ മടങ്ങിയാൽ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ എന്നാണ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ്. അപ്പോൾ ഈ സഅ എന്നുള്ള ക്രിയൻ്റെ പ്രത്യേകത പരിശ്രമിച്ചു, നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനും പറയും, കേടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനും പറയും. വ അമ്മാ മൻ ജാഅക യസ്അ വഹുവ യഖ്ശ. യസ്അ അബ്ദുല്ലാഹി ഇബ്നു മക്തുമിനെ കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹം ഇസ്ലാഹിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖൈറിനും ഷർറിനും അല്ലെങ്കിൽ ഇസ്ലാഹിനും ഇഫ്സാഹിനും പരിശ്രമിക്കുന്നതിന് സഅ എന്നുള്ള ക്രിയ പ്രയോഗിക്കും. സഅ യസ്അ. ഇന്ന സഅയകും ലശത്ത. നിങ്ങളുടെ സഅയ്, പരിശ്രമം, ലശത്ത ഭിന്നമാണെന്നാണ്. അവിടെ സഅയ് ഇസ്ലാഹിനും ഇഫ്സാദിനും അല്ലെങ്കിൽ ഖൈറിനും ഷർറിനും വന്നതാണ്. ഞാൻ പറഞ്ഞ ഈ ക്രിയൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനായി പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ വല്ലദീന യസ്ഔന ഫീ ആയാതിന എന്നുള്ളിടത്ത് ഇസ്ലാഹിനാണോ ഇഫ്സാദിനാണോ? അത് ഇഫ്സാദിനാണ്. വല്ലദീന യസ്ഔന ഫീ ആയാതിന, നമ്മുടെ വചനങ്ങളിൽ പരിശ്രമിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വചനങ്ങളെ കളവാക്കുന്നതിന്,
ആയാത്ത് അൽ മത്ലൂവ, പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങളും സൂറകളുമാണ്. അതിനെയാണ് ഇവിടെ ഫി ആയാത്തിന എന്ന് പറയുന്നത്. നമ്മുടെ വചനങ്ങളിൽ ഇഫ്സാദിന് വേണ്ടി ഷെറുദ്ദേശിച്ച് പരിശ്രമിക്കുന്നവർ. എന്താ അതിൽ ഇഫ്സാദും ഷെറും നമ്മുടെ വചനങ്ങളിൽ? ഈ വിശുദ്ധ വചനങ്ങളെയാണ് ഇവർ അസാത്തീറുൽ അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥകളാണ്, അല്ലെങ്കിൽ കഹാനത്ത് ജ്യോത്സ്യമാണ്, ഷെർ കവിതയാണ്, അതേപോലെ തന്നെ പിന്നെ ഒരു ഭ്രാന്തൻ്റെ വർത്തമാനമാണ്, പിന്നെ ഇത് മരണബാധയേറ്റവൻ്റെ പിന്നെ സംസാരമാണ് എന്നൊക്കെ കളിയാക്കുന്നത്, അങ്ങനെ കളമാക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനെ വ്യാജമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, വിശുദ്ധ ഖുർആനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ്. വല്ലദീന യസ്ഔന ഫീ ആയാതിന മുആജിസീൻ. മുആജിസീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? മുആജിസീൻ എന്ന് പറഞ്ഞെങ്കിൽ ചിലർ പറഞ്ഞു മുസബ്ബിത്തീൻ എന്ന്. മുസബ്ബിത്തീൻ എന്ന് പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട്, ആളുകളെ പിൻവലിച്ചുകൊണ്ട്, ആളുകളെ സത്യമാർഗത്തിൽ നിന്ന് പിറകോട്ട് വലിച്ചുകൊണ്ട് നമ്മുടെ വചനങ്ങളിൽ കുഴപ്പത്തിന് പരിശ്രമിക്കുന്നവർ. ചിലർ പറഞ്ഞു മുആജിസീൻ എന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തോൽപ്പിച്ചുകൊണ്ട്, തോൽപ്പിക്കാൻ എന്നോണം, അശക്തമാക്കാൻ എന്നോണം. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ വേറെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ തോൽപ്പിക്കാൻ എന്നുള്ളതിന് മുഗാലിബീൻ, ചിലർ പറഞ്ഞു മുആനിദീൻ, ധിക്കാരപൂർവ്വം, അതിനകത്ത് ധിക്കാര മനസ്ഥിതിയോട് കൂടിയിട്ട് നമ്മുടെ വചനങ്ങളിൽ ഇഫ്സാദിന് പരിശ്രമിക്കുന്നവർ. ഇവിടെ മുഗാലിബീൻ അള്ളാഹിനെ തോൽപ്പിക്കാൻ എന്ന വ്യാജേന വിചാരത്തോടു കൂടിയതാണ്, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരു കവിതയിൽ കാണാം, സഅമത് സഖീനതു അൻ സതഗ്ലിബു റബ്ബഹ വലയഗ്ലിബന്ന മുഗാലിബുൽ ഗല്ലാബി എന്നാണ്. സഅമത് സഖീന, സഖീന എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ ജൽപ്പിച്ചു, അൻ സതഗ്ലിബു റബ്ബഹ തങ്ങളുടെ റബ്ബിനെ അവർ തോൽപ്പിക്കുമെന്ന്. വലയഗ്ലിബന്ന മുഗാലിബുൽ ഗല്ലാബി എന്നാണ്. മുഗാലിബുൽ ഗല്ലാബ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അതിജയിക്കും, അവൻ ജയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കവി തോന്നുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അവിടെ ഈ ഖുറൈശികൾക്ക് ഒരു വാദം ഉണ്ടായിരുന്നു, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അശക്തനാണ് എന്ന്. ഖുറൈശികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അശക്തനാണ്, പുനർജന്മം ഉണ്ടാകില്ല. മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, എല്ലുകൾ നുരുമ്പി ജീർണിച്ചിരിക്കെ ആര് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അവർ പറയുമായിരുന്നല്ലോ. അവർ പറഞ്ഞിരുന്നു, വമാ നഹ്നു ബിമബ്ഊസീൻ വമാ നഹ്നു ബിമുൻശരീൻ, ഞങ്ങൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നുള്ളത് അവർ തീർപ്പാക്കി പറഞ്ഞിരുന്നു. അങ്ങനെ കാരണം എന്താ? അവർ പറഞ്ഞിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അശക്തനാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്ത്, ഇപ്പോൾ സൂറത്ത് തൗബയുടെ 2-ാം ആയത്തിലും 3-ാം ആയത്തിലും ഒക്കെ കാണാം, വഅലമു അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ് വ അന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ. വഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ്, നിങ്ങളൊരിക്കലും അള്ളാഹുവിനെ അശക്തരാക്കുന്നവരല്ല, തോൽപ്പിക്കുന്നവരല്ല. ഇതിങ്ങനെ ഉള്ള വചനങ്ങൾ ആശയത്തിൽ പല വചനങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, അള്ളാഹിനെ തോൽപ്പിക്കാനാവും എന്നുള്ള ഒരു ധാരണ, പ്രത്യേകിച്ച് ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആണ് ഇവിടെ ഈ മുആജിസീൻ എന്ന് പ്രയോഗം വന്നിട്ടുള്ളത്. ഇതേപോലെ വേറെയും വചനങ്ങളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനങ്ങൾ. വല്ലദീന സഅഉ ഫീ ആയാതിന ഉലൈക അസ്ഹാബുൽ ജഹീം. വല്ലദീന സഅഉ ഫീ ആയാതിന മുആജിസീൻ, അതാണ് നമ്മുടെ വിഷയം, മുആജിസീൻ. ഉലൈക അസ്ഹാബുൽ ജഹീം, സൂറത്ത് ഹജ്ജിൽ. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, വല്ലദീന സഅഉ ഫീ ആയാതിന മുആജിസീൻ
ഉലായിക ലഹും റിജ്സും മിൻ അദാബിൻ അലീം, റിജ്സും മിൻ അദാബിൻ അലീം. ഇവിടെ പറഞ്ഞത് ഉലായിക ഫിൽ അദാബി മുഹ്ദറൂൻ എന്നാണ്. ഉലായിക അക്കൂട്ടർ, നമ്മുടെ വചനങ്ങളിൽ ഷർറിന് അല്ലെങ്കിൽ ഇഫ്സാദിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ. എങ്ങനെ? മുആജിസീൻ, സത്യത്തിൽ നിന്ന് ആളുകളെ പിൻവലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ തോൽപ്പിക്കുമെന്ന വിചാരത്തോടുകൂടി, അല്ലെങ്കിൽ ധിക്കാര മനസ്ഥിതി ഉള്ളവരായിക്കൊണ്ട് ഇങ്ങനെ പരിശ്രമിക്കുന്നവർ. ഉലായിക ഫിൽ അദാബി മുഹ്ദറൂൻ, അവർ അദാബിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ഉലായിക അക്കൂട്ടർ ഫിൽ അദാബി ശിക്ഷയിൽ, മുഹ്ദറൂൻ ഹാജരാക്കപ്പെടുന്നവരാണ് എന്നാണ്. എന്താണ് ശിക്ഷ? അത് നമ്മൾ മറ്റു വചനത്തിൽ ഇവിടെ കേൾക്കേണ്ടായി. ഇവിടെ വല്ലദീന യസ്ഔൻ എന്നാണ്, വർത്തമാന ഭാവി കാലക്രിയാണ്, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ. മറ്റു രണ്ട് വചനങ്ങളിൽ വല്ലദീന സഔ ഫി ആയാതിന മുആജിസീൻ എന്നാണ്. പക്ഷേ അവിടെ സൂറത്ത് ഹജ്ജിലെ ആയത്തിൽ ഫിൽ അദാബി മുഹ്ദറൂൻ എന്നുള്ളിടത്ത് ശിക്ഷയിൽ ഹാജരാക്കപ്പെടും എന്നുള്ളിടത്ത് എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞു. ഉലായിക അസ്ഹാബുൽ ജഹീം, അക്കൂട്ടർ അസ്ഹാബുൽ ജഹീമാണ് എന്ന്. അപ്പോൾ ഇവിടെ ഈ അദാബ് എന്താണ്? അത് അൽ ജഹീം എന്ന് സൂറത്ത് ഹജ്ജിലെ ആയത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ ഉലായിക ലഹും റിജ്സുൻ മിൻ അദാബിൻ അലീം, നോവേറ്റുന്ന ശിക്ഷയാകുന്ന റിജിസ് അവർക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും എന്താണ് ആ നോവേറ്റുന്ന ശിക്ഷയാകുന്ന റിജിസ്? അത് ഈ സൂറത്ത് ഹജ്ജിലെ ആയത്ത് വിശദീകരിച്ചു. ജഹീമാണ് എന്നുള്ളത്, കത്തിയാളുന്ന നരകത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിയിൽ നിന്ന് കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അപ്പോൾ ഇവിടെ വല്ലദീന യസ്ഔന ഫി ആയാതിന മുആജിസീന ഉലായിക ഫിൽ അദാബി മുഹ്ദറൂൻ എന്നാണ്. അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും എന്നാണ്. ശിക്ഷയിൽ ഹാജരാക്കപ്പെടും, അവരെ ശിക്ഷിക്കാൻ ഈ ജഹീമിലേക്ക് കൊണ്ടുവരപ്പെടും. ആരാണ് അവരെ കൊണ്ടുവരിക? അതാണ് സബാനിയത്ത് എന്ന് പറയുന്ന മലക്കുകൾ. അവരല്ലേ ശിക്ഷയുടെ മലക്കുകൾ, സബാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അപ്പോൾ സബാനിയത്ത് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ശിക്ഷയിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ ഈ ആയത്ത് അറിയിക്കുന്നത്. വല്ലദീന യസ്ഔന ഫി ആയാതിന മുആജിസീന ഉലായിക ഫിൽ അദാബി മുഹ്ദറൂൻ. ഇനി അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. ഖുൽ പറയുക, ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ റബ്ബ്, യബ്സുത്തുർ റിസ്ഖ റിസ്ഖിനെ ഉപജീവനത്തെ ബസ്ത് ചെയ്യും. ബസ്ത് ചെയ്യുന്ന പറഞ്ഞാൽ വിപുലപ്പെടുത്തും, വിശാലമാക്കും. യബ്സുത്തു ആർക്ക് വിപുലപ്പെടുത്തും, വിശാലമാക്കും. ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മിൻ ഇബാദിഹി അവൻ്റെ അടിയാന്മാരിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവന് അള്ളാഹു ഉപജീവനം വിശാലമാക്കും, വിപുലപ്പെടുത്തും. വയഖ്ദിറു യഖ്ദിറു നമുക്ക് വന്ന അതാണ്, ഇതിന് തൊട്ടുമുമ്പുള്ള വചനത്തിൽ വന്നല്ലോ. വയഖ്ദിറു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടുസാക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യും. വയഖ്ദിറു ആർക്ക്? ലഹു എന്ന് പറഞ്ഞാൽ ഈ ലിമൻ എന്ന് പറയല്ലേ, യബ്സുത്തു ലിമൻ ഒരുവൻ എന്ന് പറഞ്ഞല്ലേ, അള്ളാഹു അവന് പരിമിതപ്പെടുത്തുകയും ചെയ്യും, ഇടുസാക്കുകയും ചെയ്യും. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. വമാ അൻഫഖ്തും മിൻ ശൈഇൻ, ഇവിടെ മാ അൻഫഖ്തും മിൻ ശൈഇൻ, വല്ലതും നിങ്ങൾ ചെലവഴിക്കുകയായാൽ, ഫഹുവ അപ്പോൾ അവൻ അള്ളാഹു യുഖ്ലിഫുഹു എന്ന് പറഞ്ഞാൽ അതിന് പകരം കനിയും. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. വഹുവ അവൻ അഥവാ എൻ്റെ റബ്ബ്, ഖൈറുർ റാസിഖീൻ റാസിഖീനിൽ ഏറ്റവും ഉത്തമനാണ്, റിസ്ക് കനിയുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്നുള്ളതാണ്. നമുക്കത് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു എന്ന് ഖുൽ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറയാണ് ഈ ഒരു വിഷയം.
ഇന്ന റബ്ബി അബ്സത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ് ഇങ്ങനെ. അതേപോലെ ഈ ആശയം അതെന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ചിലർ അപവാദം പറഞ്ഞതുകൊണ്ട്, അള്ളാഹുവിൽ അപരാധം ആരോപിച്ചതിനാൽ. ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയവർ, സന്തതികളെ കനിഞ്ഞവർ, അവർ അള്ളാഹുവിനാൽ പ്രത്യേകം പരിഗണനീയരാണ്. ഈ പരിഗണന അവർക്ക് പരലോകത്തും അള്ളാഹു വകവെക്കും, അല്ലെങ്കിൽ അള്ളാഹു വകവെക്കേണ്ടി വരും എന്നൊരു ധാർഷ്ട്യത്തിലാണ് ഈ ജൽപ്പനം ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇതിന് തൊട്ട് മുമ്പ് വന്നു വചനത്തിൽ പിന്നെ ഇതേപോലെ ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹ്. പ്രവാചകൻ നബി പുങ്കവന്മാരുടെ അനുയായികൾ അവർ പലപ്പോഴും ദുർബലരായിരുന്നു. എതിരാളികൾ അവർ അൽമല പ്രമാണിമാരും അന്നാട്ടിൽ ചില പ്രമുഖരുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രമുഖരാണ്, പ്രമാണിമാരാണ്, ഞങ്ങൾക്കാണ് സമ്പത്ത്, ഞങ്ങൾക്കാണ് സന്തതികൾ, അത് ഞങ്ങളത് അർഹിക്കുന്നത് കൊണ്ട് ലഭിച്ചതാണ്. ഇതേ പരിഗണന പരലോകത്ത് ഞങ്ങൾക്കുണ്ടാകും അള്ളാഹുവിൽ നിന്ന് എന്ന രീതിയിൽ അവർ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അപവാദത്തെയാണ് എന്ത് ചെയ്യുന്നത്, ശക്തിയുക്തം എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ആവർത്തിക്കുകയാണ്. എൻ്റെ റബ്ബ് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖിനെ വിപുലപ്പെടുത്തും, മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിമിതപ്പെടുത്തുകയും ചെയ്യും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും റിസ്ക് ഏറ്റെടുത്തവനാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ഫിസ് സമാ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. വാനങ്ങളിൽ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടോ, ഏതൊരു ദാബത്തും എന്നാണ്. ദാബത്ത് എന്ന് പറഞ്ഞാൽ ജന്തുക്കളാണ്, ജീവികളാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉപജീവനം ഏറ്റെടുത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് വിപുലപ്പെടുത്തും, ചിലർക്ക് പരിമിതപ്പെടുത്തും. അത് ഒരിക്കലും സആദത്തിനെയും ഷഖാവത്തിനെയും, സൗഭാഗ്യത്തെയും ദൗർഭാഗ്യത്തെയും അറിയിക്കുന്നില്ല. ഒരാൾ സന്മാർഗിയായതിനാൽ അയാൾക്ക് വിപുലപ്പെട്ട് കിട്ടിയതാണ്, പരിമിതപ്പെടുത്തപ്പെട്ടവർ ദുർമാർഗിയായതിനാൽ ഇങ്ങനെയില്ല. പിന്നെ അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ തേട്ടാണ്. അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ അവൻ്റെ യുക്തിയുടെ തേട്ടാണ്. ആർക്ക് വിപുലപ്പെടുത്തണം, ആർക്ക് പരിമിതപ്പെടുത്തണം. വിപുലപ്പെടുത്തിയാൽ അത് പരീക്ഷണമാണ്, പരിമിതപ്പെടുത്തിയാലും അത് പരീക്ഷണമാണ്. വലനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന എന്നാണ്. അള്ളാഹു ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിപുലപ്പെടുത്തിയത് പരീക്ഷണമാണ്, പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും പരീക്ഷണമാണ്. അതൊരിക്കലും സൗഭാഗ്യത്തിൻ്റെയും ദൗർഭാഗ്യത്തിൻ്റെയും മാനദണ്ഡമേ അല്ല. ഈ ദുനിയാവിൽ നബി പുങ്കവന്മാർ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വിരക്തിയിൽ ജീവിച്ച മഹാനാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ളതായ നബി പുങ്കവന്മാർ എത്ര വിരക്തിയിൽ ജീവിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ദിനരാത്രങ്ങൾ 3 ദിവസമൊക്കെ തുടർച്ചയായി ഭക്ഷണം കഴിക്കാതിരുന്ന ചരിത്രം വായിക്കുന്നുണ്ട് നമ്മൾ. പട്ടിണിയിൽ വിശപ്പിനാൽ ചുരുണ്ട് കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അതേപോലെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന, അധ്വാനിക്കേണ്ടി വരുന്ന സമയത്ത് വിശപ്പ് കാരണത്താൽ വയറിൽ കല്ല് വെച്ച് ഭദ്രമാക്കി നിവർന്നു നിന്ന് പണിയെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുകയാണ് നമ്മൾ. കഅബ് ബിൻ ഉജ്റയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മ്ലാനമായി കാണപ്പെട്ടു, വിശന്ന് വിളറി വെളുത്ത് കാണപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ വിശപ്പെന്ന് പറഞ്ഞു. അങ്ങനെ കഅബ് ബിൻ ഉജ്റ ജോലി ചെയ്ത് കാരക്കയുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടിണി മാറ്റാൻ ആ കാരക്ക കൊടുത്തപ്പോൾ 3 ദിവസമായി ഞാൻ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം എന്നാണ് പറഞ്ഞത്. ഇതേപോലെ പല നബിമാരുടെയും ചരിത്രത്തിൽ അവരുടെ പരിമിതമായ ഭൗതിക വിഭവങ്ങളുടെ ചരിത്രങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അവർ ഈ ഭൗതിക ലോകത്ത് ഉപജീവനം വിപുലമാക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പല സൗകര്യങ്ങളും നൽകി, അധികാരം വരെ നൽകി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിപുലപ്പെടുത്തുന്നതിനും പരിമിതപ്പെടുത്തുന്നതിനും അള്ളാഹുവിൻ്റെ യുക്തിയാണ് മാനദണ്ഡം, അള്ളാഹുവിൻ്റെ അറിവാണ് മാനദണ്ഡം, അള്ളാഹുവിൻ്റെ നീതിയാണ് മാനദണ്ഡം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പടപ്പുകളിൽ
അള്ളാഹുവിൻ്റെ ചര്യ നടപ്പിലാക്കുന്നു. അതാണ് ഇവിടെ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കനിയുന്നതിനെക്കുറിച്ച്, റിസ്ക് വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റിസ്കിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ 90-ലേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അള്ളാഹു ആണ് റിസ്ക് കനിയുന്നത്, അള്ളാഹു റിസ്ക് വിപുലപ്പെടുത്തുന്നു എന്ന് തുടങ്ങിയിട്ട് 90-ലേറെ സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് കനിയും, അള്ളാഹിൻ്റെ അടുക്കലാണ് റിസ്ക് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന ശൈത്താന യഈദുകുമുൽ ഫഖർ, ശൈത്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു എന്ന്. ശൈത്താൻ പറഞ്ഞതാണ് ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ളത്. ശൈത്താൻ ദാരിദ്ര്യം വാഗ്ദാനം ചെയ്തു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നം വാഗ്ദാനം ചെയ്തു. അള്ളാഹു അന്നം വാഗ്ദാനം ചെയ്തത് വിവിധ ശൈലിയിൽ 90-ലേറെ സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ. എന്നിട്ട് ഇമാം ഹസൻ അൽ ബസരി പറയുന്നത് ആളുകൾ എവിടെയാണോ പിടിച്ചു നിന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല 90 സ്ഥലത്ത് അന്നം തരും എന്ന് പറഞ്ഞതിലല്ല, പിന്നെ ശൈത്താൻ ഒരിടത്ത് നിങ്ങൾക്ക് ദാരിദ്ര്യം വരും എന്ന് പറഞ്ഞിടത്താണ്. ആളുകൾക്കൊക്കെ ശൈത്താൻ പറഞ്ഞ ഈ ദാരിദ്ര്യത്തെ പേടിയാണ്. കാരണം ശൈത്താൻ പറഞ്ഞതിൽ പലരും വഞ്ചിതരായി പോകുന്നു എന്നാണ് ഇമാം ഹസൻ അൽ ബസരി പറയുന്നത്. ഞാനിവിടെ സന്ദർഭോചിതമായിട്ടൊന്ന് ഉണർത്തിയെന്ന് മാത്രം. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, യാതൊന്ന് നിങ്ങൾ ചെലവഴിച്ചതാവുകയാൽ ഫഹുവ യുഖ്ലിഫു, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല യുഖ്ലിഫു എന്നാണ്. അതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല തരും എന്നാണ് പറയുന്നത്. ഇവിടെ മിൻ ഷൈഇൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിലവഴിക്കുന്നതിൽ ഫർദായിട്ട് ചിലവഴിക്കലുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ സദഖയായിട്ട് ചിലവഴിക്കലുണ്ട്, സുന്നത്തായിട്ടുള്ള ചിലവഴിക്കൽ. ഇത് സക്കാത്തായിട്ടുള്ള ചിലവഴിക്കൽ, സക്കാത്ത്. അതേപോലെ തന്നെ നമ്മൾ ജീവിത ചെലവിന് നൽകലുണ്ട്. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ അവർക്കൊക്കെ നഫഖത്ത് ജീവിത ചെലവ് നൽകുമല്ലേ. ഇതേപോലെ നമ്മൾ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കും. നമ്മുടെ ഖരീബ് അടുത്ത ബന്ധുക്കൾക്ക്, അതേപോലെ ബഈദ് അകന്ന ബന്ധുക്കൾക്ക്, അതേപോലെ നമ്മുടെ അയൽവാസികൾ അടുത്ത ബന്ധുക്കളുണ്ടാകാം, അകന്ന ബന്ധുക്കളുണ്ടാകാം. അതേപോലെ തന്നെ വിമതസ്ഥരായ അന്യമതക്കാരുണ്ടായേക്കാം. ഇതേപോലെ നമ്മൾ മിസ്കീനിന് ചിലവഴിക്കും അല്ലേ. അതേപോലെ നമ്മൾ യതീമിന് ചിലവഴിക്കും. അങ്ങനെ നമ്മൾ ചിലവഴിക്കുവാനുള്ള മേഖല വ്യത്യസ്തങ്ങളാണ്. അതിൽ ഫർദായ ചിലവഴിക്കലുണ്ട്, മുസ്തഹബായ ചിലവഴിക്കലുണ്ട്, സക്കാത്തുകളുണ്ട്, സദഖകളുണ്ട്, നഫഖകൾ ജീവിത ചെലവുകൾ, അതേപോലെ തന്നെ ഖരീബിന് അടുത്തവർക്ക്, അകന്നവർക്ക്, അയൽവാസികൾ, അടുത്ത ബന്ധുക്കളായ അയൽവാസികൾ, അകന്ന ബന്ധുക്കളായ അയൽവാസികൾ, അതേപോലെ അന്യമതക്കാരായ ബന്ധുക്കൾ അയൽവാസികൾ, പിന്നെ മിസ്കീന്മാർക്ക്, യതീമുകൾക്ക്, ഇങ്ങനെ നമ്മൾ ചിലവഴിക്കുന്ന ഹദിയകൾ, ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, യാതൊന്ന് നിങ്ങൾ ചിലവഴിക്കുകയായാലും എന്നാണ്. ഇപ്പോൾ ഇതൊക്കെ അതിൽ പെട്ടു. ഫഹുവ, അങ്ങനെ ചിലവഴിക്കുകയാൽ അപ്പോൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റബ്ബ് യുഖ്ലിഫുഹു. എന്താ യുഖ്ലിഫുഹു? അഖ്ലഫ യുഖ്ലിഫു, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകും. അഖ്ലഫ യുഖ്ലിഫു പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകും. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും മലക്കുകൾ വരും. ആ മലക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ, 2 മലക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മലക്ക് പറയും മൻ യുഖ്രിദുൽ യൗം യുജ്സാ ഗദൻ, ഇന്ന് ദാനം നൽകുന്നവർക്ക് നാളെ പ്രതിഫലം അരുളപ്പെടും. വേറൊരു മലക്ക് പറയും അല്ലാഹുമ്മ ആതി മുംഫികൻ ഖലഫ വആതി മുംസികൻ തലഫ. എന്താ? അല്ലാഹുവേ ആതി മുംഫികൻ,
ചെലവഴിക്കുന്നവർക്ക് നീ നൽകണമേ ഖലഫൻ, പകരം ഇനിയും ചെലവഴിക്കാനുള്ള സ്വത്തുക്കൾ പകരം അയാൾക്ക് സ്വത്ത് നൽകണമേ. വാത്തി മുംസിക്കൻ, ചെലവഴിക്കാതെ എടുത്തു വെക്കുന്നവന് നീ തലഫൻ എന്നാണ്, നഷ്ടവും ഇടുസതയും നൽകണേ എന്നാണ് മലക്കിൻ്റെ പ്രാർത്ഥന. ദിനം പ്രതി 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഒരു മലക്കിൻ്റെ പ്രാർത്ഥന മയ്യുഖ്രിദുല്യവും യുജ്സഗദൻ, ഇന്ന് ദാനം ചെയ്യുന്നവന് നാളെ പ്രതിഫലം അരുളപ്പെടും. മറ്റൊരു മലക്കിൻ്റെ ഇത് ദുആയാണ്, അല്ലാഹുമ്മ ആതി മുംഫിക്കൻ ഖലഫ വ ആതി മുംസിക്കൻ തലഫ എന്നാണ്. അപ്പോൾ ചെലവഴിക്കുന്നവന് ഖലഫ് എന്നാൽ പകരം നൽകണമേ എന്ന് മലക്കിൻ്റെ ദുആയാണ്. അതാണ് യുഖ്ലിഫ് അതിൻ്റെ അർത്ഥം. ഒരു ഹദീസിൽ കാണാം, സഹാബികൾ പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിയ വസ്ത്രം ധരിച്ച സഹാബിയോട് പറയുമെന്നാണ് തുബിലി വയുഖ്ലിഫുള്ള. തുബിലി വയുഖ്ലിഫുള്ള എന്നാണ് നീ ഈ ധരിച്ച വസ്ത്രം അത് ജീർണിക്കുന്നുരുമ്പും, വയുഖ്ലിഫുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പുതിയതിനെ സമ്മാനിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ പുതിയത് ധരിച്ച് ജീവിക്കുവാൻ, പുതിയത് ഇനിയും ലഭിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്നുള്ള ദുആയാണത്. അപ്പോൾ അവിടെ തുബിലി വയുഖ്ലിഫുള്ള അതേപോലത്തെ പ്രയോഗമാണിത്, പകരം നൽകുക എന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ യാതൊന്ന് ചെലവഴിക്കുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പകരം നൽകും എന്നുള്ളതാണ്. പകരം എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയും എന്നുള്ളതാണ്. ഇനി ആ പകരം സ്വത്ത് നൽകും. ഒരിക്കലും ചെലവഴിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകുന്ന, ചെലവഴിച്ച് എന്ന് പറഞ്ഞ് വറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധി നൽകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സക്കാത്തിന് സക്കാത്ത് തന്നെ പേര് വന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച എന്നുള്ള അർത്ഥം, ശുദ്ധീകരണം, വളർച്ച. വഹുവ യുർബി സദഖാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖാത്തിനെ വളർത്തുമെന്നല്ലേ, പോഷിപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, പലിശയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കെടുത്തും, സദഖയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പിക്കും, വളർത്തുമെന്നാണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം. നമ്മൾ കുറേ ചരിത്രങ്ങൾ വായിക്കുന്നുണ്ട്, ദാനധർമ്മം നൽകിയിട്ട് അവർക്ക് പോഷിപ്പുണ്ടായ, വർധനവുണ്ടായതിൻ്റെ ചരിത്രങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 25 ഒട്ടകങ്ങളുള്ള ഒരു വ്യക്തി തൻ്റെ സക്കാത്ത് ചോദിച്ച് വന്ന ദൂതന് അയാൾക്ക് 1 വയസ്സുള്ള ബിന്ത് മഖാദ് കൊടുത്താൽ മതി, ഒരു പെണ്ണൊട്ടക കുട്ടിയെ കൊടുത്താൽ മതി. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് കൂട്ടാക്കാതെ അദ്ദേഹം വലിയൊരു ഒട്ടകത്തെ നൽകിയിട്ട് ഔദാര്യവാനാകുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ സക്കാത്ത് ശേഖരിക്കാൻ പോയ വ്യക്തിയും പറഞ്ഞു, താങ്കൾക്ക് ബാധ്യത ഇത്രയേ ഉള്ളൂ, 1 വയസ്സ് തികഞ്ഞ പെണ്ണൊട്ടക കുട്ടി. പക്ഷെ അദ്ദേഹം ഇല്ല, വലിയ ഒട്ടകത്തെ കൊടുക്കുകയാണ്, വലിയൊരു തള്ള പെണ്ണൊട്ടകത്തെ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ കൊടുത്ത വ്യക്തിയെ കുറിച്ച് പിന്നെ ചരിത്രം പറയുന്നത് എന്താണ്? ഖുലഫായിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് 1500 ഒട്ടകങ്ങളാണ് സക്കാത്ത് കൊടുക്കാനുണ്ടായിരുന്നതാണ്. 1500 ഒട്ടകങ്ങളുടെ സക്കാത്ത് 30 ഹുക്ക ഒട്ടകങ്ങളായിരുന്നു എന്നാണ്. 30 ഹുക്ക എന്ന് പറഞ്ഞാൽ 3 വയസ്സ് തികഞ്ഞ 4 വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടകങ്ങൾ അദ്ദേഹം സക്കാത്ത് കൊടുത്തു എന്നാണ്. 30 പെണ്ണൊട്ടകങ്ങൾ 3 വയസ്സ് തികഞ്ഞ് 4 വയസ്സിലേക്ക് പ്രവേശിച്ച, അതിനോടൊപ്പം അതിൻ്റെ ഒരു കൂറ്റൻ ഒട്ടകത്തെ കൂടി കൊടുത്തു എന്നുള്ളതാണ്. ഏതായാലും വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റബ്ബ് അവൻ ഖൈറുർ റാസിഖീനാണ്. ഖൈറുർ റാസിഖീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റിസ്ക് കൊടുക്കുന്നവരുണ്ടാവും പടപ്പുകളിൽ. ഇപ്പോൾ ചിലർ ആലങ്കാരികമായിട്ട് രക്ഷിതാക്കൾ മക്കൾക്ക് റിസ്ക് കൊടുക്കും, ഭരണാധികാരികൾ പ്രജകൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് റിസ്ക് നൽകും. അതേപോലെ തന്നെ യജമാനൻ അടിമക്ക് റിസ്ക് നൽകും. പക്ഷേ ആ റിസ്കിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? പരിമിതമാണ്, വളരെ നിർണയിച്ച് കഴിയും വിധം എന്നുള്ളതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുർ റാസിഖീനാണ്. എല്ലാ റിസ്ക് നൽകുന്നവരെക്കാളും ഏറ്റവും ഉത്കൃഷ്ടനും ഉത്തമനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കനിയുമ്പോൾ അത് ആവശ്യമായ സമയത്ത് നിന്ന് പിന്തുല്ല, ആവശ്യമായ അളവിൽ നിന്ന് കുറയില്ല, പിന്നെ കണക്ക് ചോദിച്ച് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവില്ല.
പിന്നെ ഞാൻ എനിക്ക് തിന്നാൻ തന്നില്ലേ, നീ എനിക്കെന്ത് എന്നുള്ള ചോദ്യമല്ല, അങ്ങനെ ചോദിച്ച് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയല്ല. അപ്പോൾ ആവശ്യമായ അളവിൽ ആവശ്യമായ സമയത്ത് പ്രയാസപ്പെടുത്താതെ പിന്നെ പ്രതിഫലം ചോദിച്ച് പിന്നെ സേവനം ചോദിച്ച് പ്രയാസപ്പെടുത്താതെ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കനിയുന്നവനാണ് എന്നുള്ളതാണ് അള്ളാഹിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വഹുവ ഖൈറുർ റാസിഖീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശേഷിപ്പിക്കുന്നതും അള്ളാഹുവിനെക്കുറിച്ച് അവൻ ഖൈറുർ റാസിഖാണെന്ന് പേര് പറയപ്പെട്ടതും. ഏതായാലും ഈ ഒരു വചനം പിന്നെ നമ്മൾ ഇതിൻ്റെ സമാനമായ വചനങ്ങൾ പഠിച്ചു പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയിൽ പറയുന്നത് وَيَوْمَ يَحْشُرُهُمْ جَمِيعًا ثُمَّ يَقُولُ لِلْمَلَائِكَةِ أَهَؤُلَاءِ إِيَّاكُمْ كَانُوا يَعْبُدُونَ قَالُوا سُبْحَانَكَ أَنْتَ وَلِيُّنَا مِنْ دُونِهِمْ بَلْ كَانُوا يَعْبُدُونَ الْجِنَّ أَكْثَرُهُمْ بِهِمْ مُؤْمِنُونَ وَيَوْمَ يَحْشُرُهُمْ جَمِيعًا അവരെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, വയൗമ ദിവസം, യഹ്ശുറുഹും അവരെ ഒരുമിച്ച് കൂട്ടും, ജമീഅൻ എല്ലാവരെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൗദ്ധ വിശ്വാസികളെയും അവർ ആരാധിച്ചിരുന്നവരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അതാണ് വയൗമ യഹ്ശുറുഹും ജമീഅൻ. സുമ്മ ഈ ആളുകളെ വിചാരണയുടെ വേദിയിലേക്ക് പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂലു ലിൽ മലായിക, മലായികത്തിനോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, അഹാഉലാഇ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ. അഹാഉലാഇ ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാധിച്ചിരുന്നവർ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നവർ, അഹാഉലാഇ ഇക്കൂട്ടർ ആണോ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ, കാനൂ യഅ്ബുദൂന ഇയ്യാകും, ഇയ്യാകും കാനൂ യഅ്ബുദൂൻ. യഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അവർ ആരാധിച്ചിരുന്നു, ആരാധിക്കും. കാനൂ യഅ്ബുദൂൻ അവർ ആരാധിക്കുമായിരുന്നു. ഇയ്യാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെയായിരുന്നോ ഇക്കൂട്ടർ ആരാധിച്ചിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ് മലക്കുകളോട്. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചിരുന്നവർ, അല്ലാഹു അല്ലാത്തവരെ, അതിൽ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, നബിമാരുണ്ട്, അതേപോലെ വിഗ്രഹങ്ങളും മറ്റുമൊക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മലക്കുകളോട് ചോദിക്കും, ഇക്കൂട്ടർ നിങ്ങളെ തന്നെയായിരുന്നോ ആരാധിച്ചിരുന്നത് എന്ന്. അപ്പം ഖാലു മലക്കുകൾ പറയും, സുബ്ഹാനക് അൻത വലിയുനാ മിൻ ദൂനിഹിം. മലക്കുകൾ പറയും സുബ്ഹാനക്. എന്താ സുബ്ഹാനക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുസബ്ബിഹു സുബ്ഹാനക്, അല്ലാഹുവേ നിൻ്റെ വിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിൻ്റെ വിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അൻത വലിയുന മിൻ ദൂനിഹിം, അൻത വലിയുന നീയാണ് ഞങ്ങളുടെ വലിയ രക്ഷാധികാരിയും സഹായിയും മിത്രവും, മിൻ ദൂനിഹിം അവരെ കൂടാതെ എന്ന് പറഞ്ഞാൽ അവരല്ല, നീയാണ് ഞങ്ങളുടെ വലിയ. ബൽ കാനു യഅ്ബുദൂനൽ ജിൻ, ബൽ എന്നാൽ കാനു അവരായിരുന്നു, യഅ്ബുദൂനൽ ജിൻ ജിന്നുകളെ ആരാധിക്കുന്നവരായിരുന്നു. അക്സറുഹും ബിഹിം ആ മുശ്രിക്കുകളിൽ സിംഹരും, ബിഹി എന്ന് പറഞ്ഞാൽ ബിൽ ജിൻ ജിന്നുകളിൽ മുഅ്മിനൂൻ വിശ്വാസികളായിരുന്നു. ഇവിടെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവ വിശ്വാസികളെ ശിക്ഷിക്കാൻ, അപമാനിതരാക്കാൻ, ആക്ഷേപിക്കാൻ ഒരവസരം ഉണ്ടാക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബഹുദൈവ വിശ്വാസികളായ ആളുകളുണ്ട്, അവർ ആരാധിച്ചിരുന്നതായ പങ്കാളികളുണ്ട്. ആ പങ്കാളികളെ വെച്ചിട്ട് ചോദിക്കുകയാണ്. ആരോട് ചോദിക്കാൻ? ലിൽ മലായിക മലക്കളോട് ചോദിക്കും, അഹാ ഉലായി ഇയ്യാക്കും കാനൂ യഅ്ബുദൂൻ, ഇക്കൂട്ടർ നിങ്ങളെ തന്നെയായിരുന്നോ ആരാധിച്ചിരുന്നത് എന്ന്. ഈ ചോദ്യം തൗബീഖിനാണ്, തഖരീഇനാണ്, ചോദിക്കപ്പെടുന്നവരെ അപമാനിതരാക്കാൻ, അവഹേളിക്കാനാണ്. സമാനമായിട്ട് വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് ഇല്ലേ, ഇപ്പോൾ യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്തിനാണ് ചോദിക്കണത്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ ആരാധിച്ചവരെ മുൻനിർത്തിയിട്ട് അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ല, എന്നെയും എൻ്റെ ഉമ്മയെയും
അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് ഈസ നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഖാല സുബ്ഹാനക്, ഇതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സുബ്ഹാനക് എന്ന് പറയും. അള്ളാഹുവിൻ്റെ മഖാമിന് ഒരിക്കലും നിരക്കാത്ത വിഷയമല്ലേ ഇത്, അള്ളാഹുവിന് പങ്കാളികളെ ചേർക്കുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്താണ് സുബ്ഹാനക് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം, എനിക്കങ്ങനെ പറയൽ സംഗതമല്ല എന്ന കാര്യം. അതെന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ല ലക്ഷ്യാക്കുന്ന ആ ചോദ്യത്തിൽ. പിന്നെയോ അതിന് സാക്ഷികളായി സന്നിഹിതരായിട്ട് നിൽക്കുന്ന അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകളെ, അവരെ ആക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഈ ചോദ്യം പിന്നെ വരുന്നത്. അതാണ് ഇവിടെയും ഈ ബൗദ്ധവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കാനും അവരെ അപമാനിതരാക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ പിന്നെ തഫ്സീറുൽ ബൈദാവിയിൽ അഹാഉലായി ഇയ്യാക്കും കാനു യഅ്ബുദൂൻ എന്നുള്ളത് ചോദ്യരൂപത്തിലാണെങ്കിലും, ഇത് ചോദ്യമാണെങ്കിലും ഇവിടെ തഖ്രീറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ചോദ്യം ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ അഹാഉലായി ഇയ്യാക്കും കാനു യഅ്ബുദൂൻ, ഇക്കൂട്ടറായിരുന്നു നിങ്ങളെ ആരാധിച്ചിരുന്നത് എന്ന് അള്ളാഹു മുശ്രിക്കുകളെ ചൂണ്ടി മലക്കുകളോട് പറയുമെന്നാണ്. യഖൂലുലിൽ മലായിക, അള്ളാഹു മലക്കുകളോട് പറയും അഹാഉലായി ഇയ്യാക്കും കാനു യഅ്ബുദൂൻ, ഇക്കൂട്ടരായിരുന്നു നിങ്ങളെ ആരാധിച്ചിരുന്നവർ മലക്കുകളെ എന്ന്. തഖ്രീർ, ചോദ്യമല്ല. പിന്നെയോ ചോദ്യരൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്യാണ്, ഒരു പിന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്യുക എന്നാണ്. അതും എന്തിനാണ്? ഇവരെ ഒന്ന് ഇടിച്ചിരുത്താൻ, ഇകയത്താൻ വേണ്ടി. അപ്പം മലക്കുകൾ ഖാലു സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനു യഅ്ബുദൂനൽ ജിൻ എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ എന്ത് ചെയ്യും, അതിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. മലക്കുകൾ പറയുന്നത് സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ വലിയ, മിൻ ദൂനിഹിം മിൻ ദൂനിൽ മുശ്രിക്കീൻ, ഈ ബൗദ്ധ വിശ്വാസികളല്ല, നീയാണ് ഞങ്ങളുടെ വലിയ രക്ഷാധികാരി, നീയാണ് ഞങ്ങളുടെ സഹായി, നീയാണ് ഞങ്ങളുടെ മിത്രം. എന്നാൽ മിൻ ദൂനിഹിം, ഇവർ ഞങ്ങളുടെ സഹായികളല്ല, ഞങ്ങളുടെ മിത്രങ്ങളല്ല, ഇവർ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന അർത്ഥത്തിലാണ് മലക്കുകളുടെ പ്രതികരണം. എന്നിട്ട് മലക്കുകൾ പറയും ബൽ കാനു യഅ്ബുദൂനൽ ജിൻ, അവർ ഞങ്ങളെ അവർ ആരാധിച്ചിരുന്നത് ജിന്നുകളെയായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ജിന്നു പിശാചുക്കൾ, മലക്കുകൾ പുണ്യാളരാണ്, വിശുദ്ധരാണ്, അവർ ആരാധിക്കപ്പെടണം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, മനുഷ്യന്മാർക്ക് ദുർബോധനം നൽകി. അങ്ങനെ പലരും മലക്കുകളെ ആരാധിക്കാൻ ഭാവിച്ചു. പക്ഷേ മലക്കുകളെ ആരാധിക്കാൻ ഉദ്ദേശിച്ചവർക്ക് മുമ്പിൽ പിശാചുക്കൾ മലക്കുകളെന്ന വ്യാജേന വർത്തിച്ചു. ജിന്നു പിശാചുക്കൾ മലക്കുകളെന്ന വ്യാജേന വർത്തിച്ചു. അതുകൊണ്ട് തന്നെ മലക്കുകളാണെന്ന നിലക്ക് ഈ ബൗദ്ധവിശ്വാസികളെ യഥാർത്ഥത്തിൽ ആരാധിച്ചത് ജിന്നുകളെയാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ പറഞ്ഞതിൻ്റെ പൊരുൾ. ജിന്നുകളായിരുന്നു ഈ ആളുകളെ സഹായിച്ചിരുന്നത് ചിർക്ക് ചെയ്യാൻ, അവരുടെ ചിർക്കിനെ തൃപ്തിപ്പെടുകയും ചെയ്തിരുന്നത്. മലക്കുകൾ ഒരിക്കലും ഷിർക്കിനെ സഹായിക്കുകയോ ഷിർക്ക് തൃപ്തിപ്പെടുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് ജിന്നുകൾ അലങ്കരിപ്പിച്ചു, തോന്നിപ്പിച്ചു, ദുർബോധനം നടത്തി മലക്കുകളെ ആരാധിക്കാൻ. എന്നിട്ട് മലക്കുകളെപ്പോലെ ജിന്നുകൾ മനുഷ്യന്മാർക്ക് മുമ്പിൽ വർത്തിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചും അവരുടെ ഷിർക്കിൽ തൃപ്തിപ്പെട്ടു. അങ്ങനെ യഥാർത്ഥത്തിൽ ഇവരുടെ ആരാധന വന്നിരുന്നത് ജിന്നുകൾക്ക് നേരെയായിരുന്നു. അതാണ് ഇവിടെ മലക്കുകൾ പറയുന്നത് സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനു യഅ്ബുദൂനൽ ജിൻ എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ശൈത്താൻ്റെ കളിയാണ് ഈ മലക്കുകൾക്കുള്ള ആരാധനയെ അലങ്കരിപ്പിച്ച് തോന്നിക്കുക എന്നുള്ളത്. മനുഷ്യർക്ക് ഇങ്ങനെ അലങ്കരിപ്പിച്ച് തോന്നിപ്പിച്ചു മലക്കുകളെ ആരാധിക്കാൻ. അങ്ങനെ അവരുടെ ജൽപ്പനപ്രകാരം മലക്കുകളെ ആരാധിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ആരാധന ഈ ജിന്ന് പിശാചുക്കൾക്ക് നേരെയായിരുന്നു. ജിന്ന് പിശാചുക്കൾ അതിനാൽ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും അഖ്ബഹൽ ഖൽഖ്, മോശ സൃഷ്ടികളായ വഅഹഖുഹും ബില്ലാൻ, ശാപത്തിന് ഏറ്റവും അർഹരായ ശൈത്താന്മാരെ, ജിന്നു പിശാചുക്കളെ ആരാധിക്കുന്ന അവസ്ഥ ഈ മുശ്രിക്കുകൾക്കുണ്ടായി എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഏതായാലും ഇവർ ആരാധിച്ചിരുന്നത് ഞങ്ങളെ ആയിരുന്നില്ല, ജിന്നുകളെ ആയിരുന്നു എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്നാണ്.
ജിന്നുകളെ ആരാധിക്കുന്നവരും ബഹുദൈവവിശ്വാസികളുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഹുസാ ഗോത്രത്തിൻ്റെ ഉപഗോത്രമായ ബനു മുലൈഹ് ഗോത്രം, അവർ ജിന്നുകളെ ആരാധിക്കുന്നവരായിരുന്നു. തഫ്സീറുകളിൽ കാണാം അവരുടെ വിഷയങ്ങൾ. അതേപോലെ തന്നെ അവർ ഒരു വാദിയിൽ ചെന്നിറങ്ങിയാൽ, മലഞ്ചെരുവിൽ മലമ്പ്രദേശത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അഊദു ബി സയ്യിദി ഹാദൽ വാദി മിൻ ശർരി സുഫഹാഇ ഖൗമിഹി എന്ന് രക്ഷാത്തേട്ടം നടത്തുമായിരുന്നു എന്നാണ്. അഊദു ബി സയ്യിദി ഹാദൽ വാദി, ഈ താഴ്വാരത്തിൻ്റെ സയ്യിദ്, ജിന്നുകളുടെ നേതാവ്, ആ നേതാവിൽ അഭയം തേടുന്നു, ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി സുഫഹാഇ ഖൗമിഹി, ഈ സയ്യിദിൻ്റെ, ജിന്നുകളുടെ സയ്യിദിൻ്റെ സുഫഹ, ആ കൗമിലെ സുഫഹ, ഭോഷ്കന്മാർ, വിവരദോഷികൾ, അവരുടെ കെടുതിയിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഇങ്ങനെ രക്ഷത്തേട്ടം നടത്തുമായിരുന്നു എന്നാണ്. അങ്ങനെ രക്ഷത്തേട്ടം നടത്തിയിട്ട് അവർ ആശ്രിതരാകുന്നത് ആരിലാണ്? ജിന്നുകളിലാണ്. ജിന്നുകളെയാണ് ആരാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വ അന്നഹു കാന യഊദു റിജാലും മിനൽ ഇൻസി ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ എന്ന് പറയല്ലേ. ജിന്നുകളിൽ ഒരു വിഭാഗം ആളുകളെ, ഇൻസിൽ ഒരു വിഭാഗം ആളുകൾ രക്ഷാത്തേട്ടം നടത്തിയിരുന്നു, ആളുകളോട് രക്ഷാത്തേട്ടം നടത്തിയിരുന്നു മനുഷ്യർ. അത് ഈ ജിന്നുകൾക്ക് അഹങ്കാരവും ഔദത്യവും വർദ്ധിപ്പിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇത് ജിന്നുകളെ ആരാധിക്കുക എന്നുള്ള അവസ്ഥ അറബികളിലുണ്ടായിരുന്നു അന്ന്. ഈ പറഞ്ഞ രൂപത്തിലുള്ള ആരാധനയും അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഏതായാലും സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം വൽ കാനൂ യഅ്ബുദൂനൽ ജിൻ അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. അക്സറുഹും ബിഹിം, ഈ ബഹുദൈവ വിശ്വാസികളിൽ സിംഹരും ജിന്നുകളിൽ വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ജിന്നിനെ ആരാധിക്കുന്ന, ജിന്നിനെ പൂജിക്കുന്ന, അതേപോലെ ജിന്നിനോട് രക്ഷാത്തേട്ടവും അഭയത്തേട്ടവും നടത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. പല മുസ്ലിമീങ്ങളും ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരിൽ ആശ്രിതരാകുമ്പോൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമ്പോൾ ആ ആരാധ്യന്മാർക്ക് മലക്കുകളുടെ പേരുകൾ എന്ന നിലക്ക്, ഇപ്പോൾ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ ഈ ചേക്കുട്ടി, അതേപോലെ തന്നെ ഇങ്ങനെ ചില പേരുകൾ, മുസ്ലിം പേരുകൾ ആരാധ്യന്മാർക്ക് നൽകിയിട്ട് അത് ഇത്തരത്തിലുള്ളൊരു വിശ്വാസത്തെയാണ് ഉണർത്തുന്നത്. അമാനി മൗലവി അത് തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ഈ ഒരു വചനം പറയുമ്പോൾ ഇതിൽ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ബഹുദൈവ വിശ്വാസികളുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അവർക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുമാണിത്. വയൗമ യഹ്ശുറുഹും ജമീഅൻ, ഇവിടെ ഈ യൗമ യഹ്ശുറുഹും ജമീഅൻ എന്ന് പറയുമ്പോൾ ഈ ആളുകൾ ആരൊക്കെയാണ്? ആരാധിച്ചിരുന്നവർ, ആരാധിക്കപ്പെട്ടവർ, അതിൽ മലക്കുകളുണ്ട്, ഉസൈറുണ്ട്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളും മറ്റ് ആരാധ്യന്മാരൊക്കെ ഉണ്ട് എന്ന് തഫ്സീറുകളിൽ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഈ അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ തുടർന്ന് വരുമ്പോൾ ഇതിനില്ല ഫൽയൗമ ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫ്അൻ വലാ ദർറ എന്ന് തുടങ്ങി നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ ആ വിഷയം തുടർന്ന് പഠിക്കാം. ഇതിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.